നോക്കാം ഈ വാർത്താ ദിനത്തിലെ സമഗ്രമായ റിപ്പോർട്ടുകൾ. ആദ്യം ജി സുധാകരനെ ശാസിച്ച് CPIM. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചയുടെ പേരിൽ സംസ്ഥാന സമിതി അംഗം ജി സുധാകരന് CPIM-ന്റെ പരസ്യശാസന. സ്ഥാനാർത്ഥി നിർണയത്തിലെയും പ്രചാരണത്തിലെയും സംസ്ഥാന സമിതി അംഗത്തിന് യോജിക്കാത്ത പെരുമാറ്റത്തിന് പേരിലാണ് നടപടിയെന്ന് പാർട്ടി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നടപടിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്ന ജി സുധാകരൻ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മുൻമന്ത്രിയും CPIM-ന്റെ മുതിർന്ന നേതാവുമായ ജി സുധാകരനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അച്ചടക്ക നടപടി. സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും ജി സുധാകരന്റെ വീഴ്ച എടുത്തു പറഞ്ഞിരുന്നു. ഇത് പരിഗണിച്ചായിരുന്നു വൈകിട്ട് 3 മണിക്ക് ചേർന്ന സെക്രട്ടേറിയറ്റിന്റെ പരസ്യശാസനയ്ക്കുള്ള ശുപാർശ. തുടർന്ന് നടന്ന സംസ്ഥാന സമിതി നടപടിക്ക് അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു യോഗത്തിൽ ജി സുധാകരന്റെ വിശദീകരണം. അമ്പലപ്പുഴയിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞില്ല. തൊട്ടടുത്ത ആലപ്പുഴയിൽ വോട്ട് കുറഞ്ഞതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. AKG സെന്ററിൽ നിന്ന് അതൃപ്തനായാണ് ജി സുധാകരൻ പുറത്തിറങ്ങിയത്. തുടർന്ന് ക്ലിഫ് ഹൗസിലെത്തിയ ജി സുധാകരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അച്ചടക്ക നടപടിയിലെ അതൃപ്തി അദ്ദേഹം അറിയിച്ചെന്നാണ് സൂചന. ഒന്നും പറയാനില്ലെന്നും സെക്രട്ടറിയോട് ചോദിക്കാനുമായിരുന്നു തുടർന്ന് PWD റെസ്റ്റ് ഹൗസിലെത്തിയ ജി സുധാകരന്റെ പ്രതികരണം. ഒന്നുമില്ല, ഒരു കാര്യവും പറയാനില്ല. ഒന്നും പറയേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ട് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയോട് ചോദിക്കുക, അതാണല്ലോ. സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അണിനയിപ്പിക്കുകയാണ് ഇനി CPIM സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി. 24 തിരുവനന്തപുരം. പാർട്ടിയുടെ അച്ചടക്ക നടപടിയിലൂടെ ആലപ്പുഴ ജില്ലയിലെ സുധാകര യുഗത്തിനാണ് തിരശ്ശീല വീണത്. പരാതികളുടെ പത്മവ്യൂഹം തീർത്താണ് കരുത്തനായ നേതാവിനെ നേതൃനിരയിലെ പുതുച്ചേരി വീഴ്ത്തിയത്. എന്നാൽ കീഴ്ഘടകങ്ങളിലെ ജനകീയ അടിത്തറയുടെ ബലത്തിൽ തിരിച്ചടിക്കാൻ പാർട്ടി സമ്മേളനങ്ങളിൽ ജി സുധാകരൻ ശ്രമിക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. ജി സുധാകരൻ ചിന്തിക്കുന്നിടത്തായിരുന്നു ആലപ്പുഴയിലെ പാർട്ടി ഇതുവരെ. ഈ ചരിത്രം പക്ഷേ നടപടിയോടെ വഴിമാറുകയാണ്. അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന വീഴ്ചകൾ എതിർചേരി ആയുധമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘടനയ്ക്കകത്ത് സ്വാധീനം ദുർബലപ്പെട്ടു. അന്വേഷണ കമ്മീഷനു മുന്നിൽ പരാതികളുടെ പ്രളയം തീർക്കുന്നതിൽ വിരുദ്ധചേരി വിജയം കണ്ടു. സുധാകരനൊപ്പം വിശ്വസ്തരായി നിന്നവർ കളം മാറുകയോ ഒറ്റപ്പെടുകയോ ചെയ്തു. പിണറായിക്കും VS-നുമൊപ്പം ഉറച്ചുനിന്ന് പാർട്ടി കടിഞ്ഞാൺ എക്കാലവും കൈപ്പിടിയിലൊതുക്കിയ നേതാവാണ് ജി സുധാകരൻ. 2001 തരംതാഴ്ത്തൽ നടപടി നേരിട്ടപ്പോഴും ഇരട്ടിക്കരുത്തോടെ തിരിച്ചുവന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ എല്ലാം തകിടം മറിഞ്ഞു. ഐസക് സുധാകര ബലാബലത്തിൽ നിന്ന് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന പുതിയ ചേരിയുടെ കൈകളിൽ പാർട്ടിയെത്തി. ഇനി ഉൾപാർട്ടി പോരിന് ജി സുധാകരന് ആൾബലമില്ല. തരംതാഴ്ത്തൽ പോലെയുള്ള കടുത്ത നടപടിയില്ലെന്ന് ആശ്വസിക്കുമ്പോഴും ജില്ലയിലെ സർവാധിപത്യം കൈപ്പിടിയിലുണ്ടായിരുന്ന നേതാവിന് കീഴ്ഘടകങ്ങളിലും പ്രതിരോധത്തിലാകേണ്ടി വരും. അതേസമയം നടപടി പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലും സമ്മേളന വേദികളിൽ സുധാകരൻ സജീവം. ചില മുതിർന്ന നേതാക്കളെ ഒപ്പം കൂട്ടി വീണ്ടും ഒരംഗത്തിന് അദ്ദേഹം ഇറങ്ങുമോ എന്നത് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ വിഭാഗീയത രൂക്ഷമായ ജില്ലയിൽ സമ്മേളനകാലം കൂടുതൽ കലുഷിതമാകും. സജോ ദേവസ്യാം, 24 ആലപ്പുഴ. MG സർവകലാശാലയിലെ ജാതി വിവേചന പരാതിയിൽ ആരോപണ വിധേയനായ നന്ദകുമാർ കളരിക്കലിനെ നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി. വൈസ് ചാൻസലർ സാബു തോമസ് ചുമതല ഏറ്റെടുത്തു. ഗവേഷക ഉന്നയിച്ച പരാതികൾ പരിശോധിക്കാൻ 4-അംഗ സമിതിയെയും ഗവേഷണ പുരോഗതി വിലയിരുത്താൻ 6-അംഗ സമിതിയെയും നിയോഗിച്ചു. സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച് ഗവേഷക നന്ദകുമാറിനെ പിരിച്ചുവിടണമെന്നും സാബു തോമസിനെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ആവശ്യം ഉന്നയിച്ചു. തുടർ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിന് പിന്നാലെ നന്ദകുമാർ കളരിക്കലിനെ നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് വിദ്യാർത്ഥിനി നിരാഹാര സമരം തുടർന്നുവന്നത്. ഇന്നു ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ നാനോ സെന്റർ ചുമതല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഗവേഷകയുടെ പരാതികൾ പരിശോധിക്കാനും ഗവേഷണ പുരോഗതി വിലയിരുത്താനും പ്രത്യേക സമിതികളെ നിയോഗിച്ചു. എന്നാൽ നിരാഹാര സമരം തുടരുമെന്നാണ് ഗവേഷകയുടെ പ്രതികരണം. നന്ദകുമാർ കളരിക്കൽ അധ്യാപകനായി പോലും സർവകലാശാലയിൽ ഉണ്ടാകാൻ പാടില്ലെന്നും വൈസ് ചാൻസലർ സാബു തോമസിനെ മാറ്റണമെന്നും പുതിയ ആവശ്യം. ഇതില് നന്ദകുമാറിനെതിരെ നന്ദകുമാറിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാമർശവും ഈ നൽകിയിരിക്കുന്ന കുറിപ്പിലില്ല. നന്ദകുമാർ ആ സ്ഥാപനത്തിൽ തന്നെ തുടരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ഡയറക്ടർഷിപ്പ് നേരെ വൈസ് ചാൻസലർ ഏറ്റെടുക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ സെൻറ്ററിൽ തന്നെ ഉണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം IIUCNL നിന്ന് നന്ദകുമാർ കളരിക്കലിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അത് ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് അധ്യാപകനെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്.
പ്രതിപക്ഷം വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കോട്ടയത്തെത്തിയ ഗവർണറെ നേരിട്ട് കണ്ട് വൈസ് ചാൻസലർ സാബു തോമസ് വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. 24 കോട്ടയം. മുല്ലപ്പെരിയാർ ബേബി ഡാമിന് സമീപത്തെ 15 മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയ സംഭവത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പുതിയ അണക്കെട്ട് വേണ്ടെന്നും ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ മതിയെന്നുമുള്ള തമിഴ്നാടിന്റെ നിലപാടിന് ശക്തി പകരുന്നതാണ് കേരളത്തിന്റെ പുതിയ തീരുമാനം. ഈ സാഹചര്യത്തിലാണ് മന്ത്രി റിപ്പോർട്ട് തേടിയത്. 2 ദിവസത്തെ പണിമുടക്കിൽ KSRTCക്ക് നഷ്ടമായത് 9.4 കോടി രൂപ. ജീവനക്കാർ പണിമുടക്കിയെങ്കിലും ശമ്പള പരിഷ്കരണ ചർച്ച തുടരുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡയസ് നോണിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കും പോലെയായിരിക്കും തുടർ നടപടിയെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുള്ള ഒരു വിഭാഗം യൂണിയനുകളുടെ പണിമുടക്കിൽ ഇന്നും ജനം വലഞ്ഞു. ആകെ 268 സർവീസ് മാത്രമാണ് ഇന്ന് നടത്തിയത്. ഇന്ന് സർവീസ് ഉണ്ടാകുമെന്ന അധികൃതരുടെ വാക്ക് വിശ്വസിച്ചെത്തിയ നിരവധി യാത്രക്കാർ വഴിയിൽ കുടുങ്ങി. പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കോൺഗ്രസ് അനുകൂല സംഘടനയായ TDFും AITUCയും ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പണിമുടക്കുന്നത്. 2 അംഗീകൃത യൂണിയനുകൾ പണിമുടക്കിൽ നിന്നും പിന്മാറിയതിനാൽ പകുതിയിൽ കൂടുതൽ സർവീസ് ഇന്ന് നടത്താനാകുമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. എന്നാൽ ജീവനക്കാർ രാവിലെ എത്താതിരുന്നതോടെ യാത്രക്കാർ ദുരിതത്തിലായി. 3300 സർവീസുകളാണ് ശരാശരി ഒരു ദിവസം KSRTC നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് 268 സർവീസുകളാണ് ആകെ നടത്തിയത്. തെക്കൻ കേരളത്തിൽ 156, മധ്യ കേരളത്തിൽ 9, വടക്കൻ കേരളത്തിൽ 103 എന്നിങ്ങനെയാണ് സർവീസുകൾ നടത്തിയത്. ആകെ നടത്തിയത് 5.63% സർവീസുകൾ. പണിമുടക്ക് ഇന്നും യാത്രക്കാരെ വലച്ചു. ഞങ്ങൾ മെനഞ്ഞാന്ന് 4-ാം തീയതി വന്നതാ. 5-ാം തീയതി സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. റൂമെടുത്ത് ഇനി ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റൂ വണ്ടി. അല്ലാതെ പ്രൈവറ്റ് വണ്ടി വിളിച്ച് പോകാനും പറ്റത്തില്ലല്ലോ. ബസ് വണ്ടിക്കൂലി ഞങ്ങൾക്ക് എങ്ങനെയും ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂവെന്നും KSRTC തകർന്നാൽ ആദ്യം ദുരിതം അനുഭവിക്കുക ജീവനക്കാരായിരിക്കുമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. KSRTCയിൽ എന്തെങ്കിലും തകർച്ചയുണ്ടായാൽ അതിൻ്റെ ഏറ്റവും ദുരന്തം അനുഭവിക്കുന്ന ആദ്യത്തെ വിഭാഗം അവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം ജീവനക്കാർക്ക് ഇല്ലാതെ പോകരുത്. അത് ജീവനക്കാർ ആദ്യം ഉൾക്കൊള്ളണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. KSRTC ഉണ്ടെങ്കിലേ ജീവനക്കാരുണ്ടാവുള്ളൂ. ജീവനക്കാരുണ്ടെങ്കിലേ യൂണിയനുകൾ ഉണ്ടാവുള്ളൂ. TDFും AITUCയും ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നാളെ രാവിലെ മുതൽ സർവീസുകൾ പഴയ പോലെ നടത്താനാകുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായി 1 വർഷവും 3 മാസത്തിനും ശേഷമാണ് സ്വപ്ന ജയിൽ മോചിതയാകുന്നത്. എല്ലാ കാര്യങ്ങളോടും പിന്നീട് പ്രതികരിക്കാമെന്ന് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം സ്വപ്ന പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചാണ് സ്വപ്ന പുറത്തിറങ്ങിയത്. NIA കേസിൽ ചൊവ്വാഴ്ച ജാമ്യം ലഭിച്ചെങ്കിലും നടപടികൾ പൂർത്തിയാകാത്തതിനാലാണ് സ്വപ്ന സുരേഷിന്റെ ജയിൽ മോചനം വൈകിയത്. രാവിലെ 11:30 ജാമ്യ നടപടികൾ പൂർത്തിയാക്കി. അമ്മ പ്രഭ സുരേഷാണ് സ്വപ്നയെ കൂട്ടിക്കൊണ്ടുപോകാനായി അട്ടകുളങ്ങര വനിതാ ജയിലിലെത്തിയത്. 1 വർഷത്തിലധികം നീണ്ട ജയിൽവാസത്തിനു ശേഷം സ്വപ്ന പുറത്തേക്ക്. മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും എല്ലാം പിന്നീട് പറയാമെന്ന സ്വപ്ന. കാറിൽ കയറി നേരെ ബാലരാമപുരത്തുള്ള കുടുംബ വീട്ടിലേക്ക്. അവിടെ എത്തിയിട്ടും മാധ്യമങ്ങളോട് സംസാരിക്കാൻ സ്വപ്ന തയ്യാറായില്ല. സ്വപ്നയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സാവകാശം തരണമെന്നും സ്വപ്നയുടെ അമ്മ വിശദീകരിച്ചു. എൻ്റെ മകൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് കുറച്ച് സാവകാശം തരണം, എല്ലാവരുടെ സംസാരിക്കാം. ഇപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് പോകണം, നമ്മളെ വിളിച്ചോളാം. അഭിഭാഷകരോട് കൂടിയാലോചിച്ച വിശദമായ നിയമോപദേശത്തിന് ശേഷമായിരിക്കും സ്വപ്ന മാധ്യമങ്ങളെ കാണുന്നത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങിയ കേസുകളിലാണ് സ്വപ്ന പ്രതിയായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ എല്ലാ കേസുകളിലും ജാമ്യം ലഭിക്കുകയും കൊഫെപ്പോസ ഹൈക്കോടതി റദ്ദ് ചെയ്തതിനെയും തുടർന്നാണ് സ്വപ്ന ജയിൽ മോചിതയായത്.
കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് വഴിവെച്ചത്. അതിനാൽ തന്നെ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ബാലരാമപുരത്തെ ഈ വീട്ടിൽ തുടരുന്ന സ്വപ്നയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് അമ്മ വ്യക്തമാക്കിയത്. സ്വപ്ന പറയുന്നതെല്ലാം രാഷ്ട്രീയ വിവാദമാകും. കാണാമറയത്തെ കഥകളാണ് കേരളം കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ സച്ചിനും സിറിലിനുമൊപ്പം ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഇന്ധനവിലയിലെ നികുതി ഇളവിൽ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള പോര് ശക്തമാകുന്നു. നികുതി ഇളവുകൾ നൽകാത്ത സംസ്ഥാനങ്ങളുടെ നടപടി ഉചിതമല്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പ്രതികരണം. കേരളത്തിന് പിന്നാലെ മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും കൂടുതൽ നികുതി ഇളവ് നൽകാൻ സാധിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ചു. നികുതി കുറച്ച് സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് ഇന്ധന വില വർധനവിൽ നിന്ന് ആശ്വാസം എത്രയും വേഗം ലഭ്യമാക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിനെതിരെ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക്. തിങ്കളാഴ്ച ജില്ലാ ആസ്ഥാനങ്ങളിൽ ചക്രസ്തംഭന സമരം നടത്തും. സമരത്തിനിടെ ഗതാഗത കുരുക്കുണ്ടാകില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ വ്യക്തമാക്കി. ഇന്ധനത്തിൽ അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും K. സുധാകരൻ ആവശ്യപ്പെട്ടു. അത് പെട്രോളിനും ഡീസലിനും അധിക നികുതി വരുമാനം പോലും വേണ്ടെന്ന് വെക്കാൻ ഭരണകൂടം തയ്യാറാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. അതിൽ നിന്ന് പിറകോട്ട് പോകാൻ ഈ സർക്കാരിനെ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ധന നികുതിയിൽ കേന്ദ്ര സർക്കാർ നേരിയ ഇളവ് വരുത്തിയെങ്കിലും നയാ പൈസയുടെ ഇളവ് നൽകാത്ത പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം 8-ാം തീയതി DCCകളുടെ നേതൃത്വത്തിൽ നവംബർ 8-ന് ചക്രസ്തംഭന സമരം കേരളത്തിലുടനീളം നടത്തും. സംസ്ഥാനത്ത് ഇന്ന് 6546 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6934 പേർ രോഗമുക്തരായി. 50 മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,486 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,40,336 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10-ന് മുകളിലുള്ള 39 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ 46 വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ കോവിഡ് കാലത്തും ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ദീപാവലി ആഘോഷം നഷ്ടമായില്ല. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വിപുലമായിരുന്നു പരിപാടികൾ. ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന്റെ സഹകരണവും ആഘോഷത്തിനുണ്ടായി. ഓസ്ട്രേലിയയിലെ മഹാരാഷ്ട്ര ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ മെൽബോൺ കോൺസുലേറ്റ് ജനറലിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രംഗോലി, ദീപാവലി വിളക്ക്, ആരതി എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മന്ത്രി ഡേവിഡ് കോൾമാൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആഘോഷ ചടങ്ങിലൂടെ ഇന്ത്യയെയും ഹിന്ദുമതത്തെയും കൂടുതൽ അടുത്തറിയാൻ സാധിച്ചതായി ഡേവിഡ് കോൾമാൻ വ്യക്തമാക്കി. It is quite striking the depth of culture that is on display. There are so many different festivals, so many different events, and it is a great testament to the breadth and depth of Indian and Hindu culture, the display we see. വ്യത്യസ്തതയാർന്ന ദീപാവലി വിളക്കുകൾ, ദൈവരൂപങ്ങൾ എന്നിവ ഓസ്ട്രേലിയൻ സ്വദേശികൾ അടക്കമുള്ളവർക്ക് ആസ്വാദ്യകരമായി. മഹാശിവരാത്രി, രാമനവമി, ദീപാവലി, രഥയാത്ര, ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി തുടങ്ങി ഇന്ത്യയിലെ ഓരോ ആഘോഷത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു പോസ്റ്റർ പ്രദർശനം. തുടർന്ന് ഇന്ത്യൻ തനതു വിഭവങ്ങളടങ്ങിയ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. 24 ഡൽഹി. ഇന്ത്യയിൽ ഇനി പ്രമേഹ രോഗ പരിശോധന നടത്തേണ്ടത് 25 വയസ്സ് മുതലെന്ന് വിദഗ്ധ സമിതി. കോവിഡാനന്തര ഇന്ത്യയിൽ ചെറുപ്പക്കാരിലും രോഗലക്ഷണമൊന്നുമില്ലാതെ പ്രമേഹം വർദ്ധിച്ചിരിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിർദ്ദേശം. വിവിധ പ്രദേശങ്ങളിലായി നടന്ന വിശദമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പത്മശ്രീ ഡോക്ടർ അനൂപ് മിശ്ര, ഡോക്ടർ R. രാമചന്ദ്രൻ, ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ഡോക്ടർ AK ദാസ്, ഡോക്ടർ ബൻഷി സാബു, ഡോക്ടർ ശശാങ്ക് ജോഷി, ഡോക്ടർ അരവിന്ദ് സോസാലെ എന്നിവരടങ്ങുന്ന ഡയബറ്റിസ് ഇന്ത്യ എന്ന വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. ഡയബറ്റിസ് ആൻഡ് മെറ്റബോളിക് സിൻഡ്രോം എന്ന ജേർണലിലാണ് വിവിധ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.